രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. കൊട്ടിയൂരുള്ള വിശേഷങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ? അപ്പം കൊട്ടിയൂര് നമ്മൾ ഒരുപാട് നിഗൂഢമായതും ഒരുപാട് ചടങ്ങുകൾക്കും സാക്ഷിയാകുന്ന ഒരു സ്ഥലമാണ്. ഒരു മാസക്കാലം മാത്രം നീണ്ടു നിൽക്കുന്ന ആ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. അപ്പം കൊട്ടിയൂർ ഉത്സവത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഹിണി ആരാധനയിൽ കാണുന്ന ആലിംഗന പുഷ്പാഞ്ജലി, അതായത് ആ സ്വയംഭൂ ലിംഗത്തിൽ ആ ഒരു ശാന്തിക്കാരൻ അത്രയും സമയം ആ ലിംഗത്തെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ്. അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ ആ രൗദ്രതയിലും ആ വേദനയിലും ശരിക്കും ഭഗവാന്റെ ആ വേദനയും സങ്കടവും ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദക്ഷയാഗഭൂമിയിൽ വെച്ച് തൻ്റെ പ്രാണേശ്വരിയായ ആ തൻ്റെ അർദ്ധാംഗിനിയെ നഷ്ടപ്പെട്ട ആ മഹാദേവൻ അത്രയും സങ്കടത്തോടു കൂടി വിലപിച്ചിരിക്കുമ്പോൾ മഹാവിഷ്ണു വന്നിട്ട് ആലിംഗനം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രതീകാത്മകത എന്നോടമാണ് അവിടെ ആ സ്വയംഭൂ ലിംഗത്തിൽ രോഹിണി ആരാധനാ സമയത്ത് ആ ശാന്തിക്കാരൻ ആ നമ്പൂതിരി ശരിക്കും കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയങ്ങളോളം കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ആശ്വസിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പലപ്പോഴും ശിവൻ്റെ ഭക്തനാണ് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഭക്തനാണ് എന്ന് പറയുമ്പോൾ ശരിക്കും തമിഴ്നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഹരിയും ഹരനും ഉണ്ട് തെരിയാത്തവൻ്റെ വായിക്ക് മണ്ണ്. അതുപോലെ ഹരിയും ഹരനും ഒന്നു തന്നെയാണ്, ആ പരബ്രഹ്മമാണ് എന്ന് നമ്മളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നതാണ് അവിടെയുള്ള ആ ആലിംഗന പുഷ്പാഞ്ജലി. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഒറ്റപ്പിലാൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഏറ്റവും വലിയ സ്ഥാനം ആ ഒറ്റപ്പിലാനാണ്, കുറിച്യ വംശത്തിൽപ്പെട്ടത്. അതായത് ആ സ്വയംഭൂലിംഗത്തിൽ ചോര വരുന്നത് കണ്ടപ്പോൾ, രക്തം വരുന്നത് കണ്ടപ്പോൾ, അരിവാള് മൂർച്ച കൂട്ടുമ്പോൾ ആണല്ലോ അത് രക്തം കണ്ടത്. അങ്ങനെ രക്തം കണ്ട ആ കുറിച്യ സമുദായത്തിലുള്ള സ്ഥാനികന് പറയുന്ന പേരാണ് ഒറ്റപ്പിലാന്ന്. അവിടെയുള്ള ആദ്യ നിവേദ്യവും അവസാനത്തെ ഭഗവാന്റെ നിവേദ്യ പ്രസാദവും കൊടുക്കാനും കഴിക്കാനും അധികാരമുള്ള ആളാണ് ഈ ഒറ്റപ്പിലാൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 11 മാസക്കാലവും ആ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂരിൽ കയറാനുള്ള അധികാരവും ഈ ഒറ്റപ്പിലാന് മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. അപ്പം നമുക്ക് തന്നെ അവിടെ കൊട്ടിയൂർ, അപ്പം ഈ വർഷത്തെ കൊട്ടിയൂർ ഉത്സവം കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള കൊട്ടിയൂർ ഉത്സവത്തിനുള്ള പ്രാരംഭ ചടങ്ങുകളും പൂജകളും തുടങ്ങി വെച്ചിട്ടാണ് അവിടെ അവസാനിപ്പിക്കുക എന്നല്ല പറയേണ്ടത്, തുടങ്ങി വെച്ചുകൊണ്ട് അടുത്ത കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങി വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ആ ഒറ്റപ്പിലാന് അവിടെ ആ കുറിച്യ സമുദായത്തിലുള്ള ഒറ്റപ്പിലാൻ അത്രയധികം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മുത്തപ്പൻ പുറപ്പാട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവിടെ നമ്മളെപ്പോഴും കാണുന്നത് ശാന്തമായ അന്തരീക്ഷത്തിൽ പൂജകൾ നടത്തുകയും ശാന്തതയും സൗമ്യതയും അവിടെ ഒന്നാകെ ഒരു വന്യതയും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഭയാനകത നമുക്ക് എവിടെയും ഉണ്ടാകുന്നില്ല. കാടിൻ്റെ വന്യതയും ഭംഗിയുമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നത് ഭക്തിയുടെ തീവ്രമായ ഒരു ശാന്തിയാണ്. അപ്പം അവിടേക്ക് എത്തുന്നത് ഈ മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള പുറങ്കലയനും പെരുവണ്ണാനും കൂടെ, അതായത് അവിടെ ഒരു കൊട്ടാരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അവർ പോവുകയും ഈ പെരുവണ്ണാൻ അവിടെ വെച്ച് നിഗൂഢമായ പൂജകൾ, അവിടെ കുറേ കൊട്ടിയൂർ നിഗൂഢമായിട്ടുള്ള ആരും കാണാത്ത പൂജകളാണ് നടക്കുന്നത്. നിഗൂഢമായ പൂജകൾ നടത്തുകയും അവിടെ എത്തുന്ന പുറംകലയെ വേഷവിധാനമൊക്കെ ചെയ്ത് മുത്തപ്പനാക്കി, അതായത് ഈ കുറിച്യ സമുദായത്തിൻ്റെ രക്ഷാധികാരിയായ മുത്തപ്പനാക്കി മാറ്റുകയും അവിടെ വെച്ചിട്ട് അവിടേക്ക് നമ്മുടെ ഒറ്റപ്പിലാൻ എത്തിക്കുകയും ചെയ്യും. അവിടെ ശൂലം, പീഠം, കപാലം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ സമർപ്പിക്കുകയും ഈ പെരുവണ്ണാൻ്റെ കയ്യിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒറ്റപ്പിലാൻ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ ഈ മുത്തപ്പനായി വേഷമണിഞ്ഞ പുറംകലയൻ അവിടേക്ക് തിരുവഞ്ചിറയിലൂടെ കുറേ ആൾക്കാർ അകമ്പടിയോടെ പന്തമൊക്കെ കത്തിച്ച്
സ്ഥാപിച്ച്, അപ്പോൾ അവിടേക്കുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് അവിടേക്ക് വളരെ ഉച്ചത്തിൽ ഇങ്ങനെ ഒച്ച ശബ്ദം ഉണ്ടാക്കി ഭയാനകവും ഭീതി ജനിപ്പിക്കുന്ന രീതിയിലേക്ക് തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങി വന്ന് അതിന് ചുറ്റും ഇങ്ങനെ ഓടും. അപ്പം അവിടേക്ക് ആ സമയം തന്നെ നമ്മുടെ ഒറ്റപ്പിലാനും കുറിച്യന്മാരായ പടയാളികളും അവിടേക്ക് വന്ന് അവരും ഒച്ചയും ബഹളവും ഉണ്ടാക്കി. അതുവരെ സൗമ്യതയാർന്ന അന്തരീക്ഷം മുഴുവൻ ഒരു ഭയാനകമായ അന്തരീക്ഷമായി മാറുകയും ചെയ്യും. അപ്പം അവിടെ ചപ്പാരത്തുള്ള ഭഗവതിയുടെ വാളറയിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അത് കാണുമ്പോൾ ആ ശക്തിയും ആ ഒരു ചൈതന്യവും കാണുമ്പോൾ മുത്തപ്പൻ അടങ്ങി നിൽക്കുകയും അവിടെ അരിയൊക്കെ ഇതാക്കി അമ്മയുടെ അനുഗ്രഹം കൊടുത്ത് ശാന്തനായിട്ട് ആ പുറംകലയിൽ, അതായത് മുത്തപ്പൻ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ കുറിച്യപ്പടയും അവിടെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി അവിടെയുള്ള സാധനങ്ങളും എടുത്ത് അവരും തിരിച്ചു പോകും. ഇത് ഒരു കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടത്, അതായത് അത്രയും കാലം കുറിച്യന്മാരുടെ അധീനതയിലായിരുന്ന, തങ്ങളുടെ തന്നെ സ്വന്തമായിരുന്ന, തങ്ങളുടെ ഭഗവാനായിരുന്ന ആ ഒരു ക്ഷേത്രവും പരിസരവും അത് രാജാവിൻ്റെ കീഴിലേക്ക് കൊടുക്കുമ്പോൾ രാജാവ് വന്ന് ഏറ്റെടുക്കുക, കുറിച്യ പടയാളികൾ ഉണ്ടാക്കിയ ഒച്ചയും ബഹളവും പടയൊരുക്കുവാണെന്നും അല്ല, അതല്ലാതെ അവിടേക്ക് ദക്ഷയാഗ സമയത്ത് ഭഗവാന്റെ ഭൂതഗണങ്ങൾ വന്നിട്ട്, വീരഭദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭൂതഗണങ്ങൾ വന്നിട്ട് അവിടെ ആ ദക്ഷയാഗം മുടക്കാൻ നോക്കിയതാണെന്നും രണ്ട് പക്ഷം പറയുന്നുണ്ട്. മുത്തപ്പൻ്റെ വരവ് അത് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പനല്ല, ഈ കുറിച്യന്മാരുടെ മലദേവതയായ മുത്തപ്പനാണ് എന്നാണ് സങ്കല്പം. അങ്ങനെ അവിടെ നമുക്ക് ഒരുപാട് ചടങ്ങുകളും വിശേഷങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഭഗവാൻ മഹാദേവൻ്റെ കുട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.